Good morning, everyone. So, in the last classes, we were discussing the tense forms in English, and up to now, we have covered present tense, that is simple present tense, then present continuous, present perfect, and present perfect continuous tense. So, today, our topic is past tense. Okay, so similar to present tense, past tense is also having 4 forms. That is, simple past is the, past continuous tense is the, past perfect tense, and past perfect continuous tense. So 4 forms are there. And comparing to present tense, we can say that it is so easy to remember because not much confusing forms are there. And the first form is simple past tense. And first of all, what is this past tense? We know that whatever action or event that has already happened, we are saying that in the past tense. അല്ലേ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആ ടൈമിൽ നടക്കുന്നത്. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് ജസ്റ്റ് റീസെൻ്റായിട്ട് നടന്ന ടെൻസ് ഫോമാണ് ഏത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും അതിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും. അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങൾ, ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസാണ് ഏത്, പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് അല്ലേ. അതിലും 4 ഫോംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സോ ഓൺ ദ സ്ക്രീൻ യു ക്യാൻ സീ ദാറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഫോർ പാസ്റ്റ് ആക്ഷൻസ് or events. If you want to say or state any events that has happened in the past, we are using simple past tense. അപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞ കാര്യങ്ങൾ പറയാനും വേണ്ടി, നടന്ന് കഴിഞ്ഞ കാര്യങ്ങൾ, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ടെൻസ് യൂസ് ചെയ്യുന്നത്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ എക്സാമ്പിൾ ഇസ് ഐ prepared well for the exam. I prepared well. So always we know that the sentence will be having a subject with it, then verb will be there, sometimes an object will be there, sometimes it is not. എന്തായാലും ഒരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ സബ്ജക്റ്റും വേർബും നിർബന്ധമാണ് അല്ലേ. അതിന് ഓർമ്മിക്കുക SVO പാറ്റേൺ, സബ്ജക്റ്റ്, വേർബ് ആൻഡ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് what is the sentence given here in past tense? That is, I prepared well for the exams. ഞാൻ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടുണ്ട്, നൗ ഐ ആം എക്സ്പെക്റ്റിംഗ് മൈ എക്സാംസ് അല്ലേ, ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞു. അത്തരം കാര്യങ്ങൾ പറയാൻ സിമ്പിളായിട്ട് മീൻസ് കഴിഞ്ഞ കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാം. അണ്ടർസ്റ്റുഡ് ദാറ്റ്? നൗ as we discussed in the last classes, we can see that how we can apply this past tense in many types of sentences. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത് എഫോമേറ്റീവിൽ നമുക്ക് എങ്ങനെ പറയാം, നെഗറ്റീവിൽ എങ്ങനെ പറയാം, WH ക്വസ്റ്റ്യനിലും യെസ് ഓർ നോ ക്വസ്റ്റ്യനിലും, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ഫോമിലും എങ്ങനെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, so the first sentence you can see that he made paper toys for a living. He made paper toys for a living. അയാൾ ജീവിക്കാനും വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്, പേപ്പർ ടോയ്സ് അല്ലേ, ടോയ്സ് ഉണ്ടാക്കിയിട്ടാണ് അയാൾ ജീവിക്കുന്നത്. സോ ഹി മെയ്ഡ്, ഹി ഈസ് ദ സബ്ജക്റ്റ്, മെയ്ഡ് ഈസ് ദ വേർബ് ഹിയർ. ആ മെയ്ഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ, മെയ്ഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ഫോമാണ്. സോ ദ സെൻറ്റൻസ് ഹിയർ ഇസ് ഹി മെയ്ഡ് പേപ്പർ ടോയ്സ് ഫോർ എ ലിവിങ്. അയാൾ പേപ്പർ ടോയ്സ് നിർമ്മിച്ചിട്ടാണ് ജീവിച്ചത്. അണ്ടർസ്റ്റുഡ് ദാറ്റ്? സോ ദാറ്റ് ഇസ് വാട്ട് ടു സേ, സിറ്റുവേഷൻ ദാറ്റ് ഇസ് ഓവർ, ഓൾറെഡി കഴിഞ്ഞ കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. വെരി സിമ്പിൾ അല്ലേ, അത്രക്ക് വിഷമമൊന്നുമില്ല. നമുക്ക്
പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒന്നുമില്ല, ഇത്രമാത്രം ഓർമ്മിക്കുക. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അണ്ടർസ്റ്റുഡ്? What is the next sentence? That is a negative one. That is, he didn't make paper toys for a living. So you can recognize that while we were discussing, we used only one sentence and we were converting that sentence into so many forms. അല്ലേ? ഒരു സെൻറ്റൻസിനെ തന്നെ പല രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞ ആ പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് ഫോം എന്താണ്? He, that is the subject, didn't make. നേരത്തെ നമ്മൾ മെയ്ഡ് എന്ന് പറഞ്ഞു. അത് എന്തിൻ്റെ പാസ്റ്റ് ടെൻസാ? മെയ്ക്കിൻ്റെ പാസ്റ്റ് ടെൻസാണ് മെയ്ഡ്. അപ്പോൾ ഡിഡിൻറ്റ് മേക്ക്, ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. പിന്നെ N'(T), നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് അല്ലേ? അപ്പോൾ നെഗറ്റീവിൽ പറയാനും വേണ്ടി ഹി ഡിഡിൻറ്റ് മേക്ക് പേപ്പർ ടോയ്സ് ഫോർ എ ലിവിങ്. ദാറ്റ് ഈസ് ഹീ മെയ്ഡ് പേപ്പർ ടോയ്സ് ഫോർ എ ലിവിങ് എന്നുള്ളത് പോസിറ്റീവിലും എഫർമേറ്റീവായിട്ടും നമുക്ക് പറയാം. നെഗറ്റീവിൽ അത് പറയണമെങ്കിൽ ഹീ പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് ദ വേർബ്. അപ്പോൾ ഡിഡ് നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണ്? പിന്നെ വേർബിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യണ്ട. നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഡിഡ് എന്നുള്ളത് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് വേർബിൻ്റെ പ്രസൻറ്റ് ഫോം പറഞ്ഞാൽ മതി. ബിക്കോസ് did plus present form of the verb equals past tense. മനസ്സിലായല്ലോ? പറഞ്ഞ് കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. അത് വിഷമമൊന്നുമില്ല, ചിന്തിച്ചാൽ മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ജംപ്ഡ്, ജംപ്, ജംപ്ഡ്, ജംപ്ഡ്, JUMP, ജംപ്, പ്രസൻറ്റ് ഫോം. അതിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? ജംപ്ഡ്, JUMPED, ജംപ്ഡ്. ആ ജംപ്ഡ് എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ടു പോർഷൻസിലേക്ക് മാറ്റുമ്പോൾ അതെങ്ങനെയാണ് വരിക? ഡിഡ് പ്ലസ് ജംപ്. അണ്ടർസ്റ്റുഡ് ദാറ്റ്? അപ്പോൾ ഡിഡ് പ്ലസ് ജംപ്ഡ് എന്ന് പറയരുത്. ഡിഡ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ജംപ് എന്ന് പറഞ്ഞാൽ മതി. ബിക്കോസ് ദാറ്റ് ഗിവ്സ് യു ദ മീനിങ് ജംപ്ഡ്. ക്ലിയർ ആണല്ലോ? അതുപോലെ പ്ലേഡ്, ഡിഡ് പ്ലസ് പ്ലേ, ദാറ്റ് ഈസ് പ്ലേഡ്. ക്ലിയർ? ദെൻ ഡ്രാങ്ക്, ഡ്രാങ്ക്, ഡ്രിങ്കിൻ്റെ പാസ്റ്റ് ടെൻസാണ് ഡ്രാങ്ക് അല്ലേ? അപ്പോൾ ഡിഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാലും ഡ്രാങ്ക് എന്ന് പറഞ്ഞാലും സെയിം ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഡിഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് മെൻഷൻ ചെയ്യുന്നത് അത് പാസ്റ്റ് ടെൻസ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഹിൻ്റാണ് ഈ ഡിഡ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? വെരി വെരി ഈസി. ഒന്നുമില്ല, ഇത്രമാത്രം ഓർമ്മിക്കുക. ജംപ്ഡ് എന്ന് പറയുന്നതും ഡിഡ് പ്ലസ് ജംപ് എന്ന് പറയുന്നതും കറക്റ്റാണ്, സെയിം ആണ്. രണ്ടും പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഡിൻറ്റ് മേക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഫോമാണ്. ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. ഡിഡ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി മെയ്ഡ് എന്ന് പറയേണ്ട. ഡിഡ് പ്ലസ് മേക്ക്, അതിൽ നെഗറ്റീവ് ഫോം വന്നതുകൊണ്ട് ഡിഡിൻ മേക്ക്. ക്ലിയർ ആയില്ലേ? So you try to find your own examples, then it will be more and more clear to you. So what's the example? He didn't make paper toys for a living. Now coming to the WH question that we all know how to prepare that. That is, the WH question will be beginning with the question word. That is, WH is the question word. What? Okay. Then we want to frame the question. Alle? So we have to say, what did he make for a living? What did he make for a living? That's a question form. What did? അപ്പോഴാണ് അത് ക്വസ്റ്റ്യൻ ഫോം ആവുന്നത് അല്ലേ? വാട്ട് ഡിഡ് പറഞ്ഞതുകൊണ്ട് ഇനി സബ്ജക്റ്റിന് ശേഷം നമ്മൾ മേക്ക് പറഞ്ഞാൽ മതി, മെയ്ഡ് പറയണ്ട. ക്ലിയർ? സോ വാട്ട് ഡിഡ് ഹി മേക്ക് ഫോർ എ ലിവിങ്? അണ്ടർസ്റ്റുഡ് ദാറ്റ്? ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് ഓൾസോ. Then if it's a case with yes or no question, always remember that question which gives you an answer either yes or no. യെസ് എന്നോ നോ എന്നോ ഉള്ള ഒരു ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഹൗ ക്യാൻ യു ഫ്രെയിം ദ ക്വസ്റ്റ്യൻ? ദ ക്വസ്റ്റ്യൻ വിൽ ബി ബിഗിനിങ് വിത്ത് ഡിഡ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യന് ബി ഫോംസ് വെച്ചിട്ടും അതുപോലെ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഇത് വെച്ചിട്ടും നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഡു ഡസ് ഡിഡ് വെച്ചിട്ടും കൺസ്ട്രക്റ്റ് ചെയ്യാം. സോ ആസ് ഇറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്
and yes or no question, the question word will be did. നമ്മൾ പ്രസൻറ്റ് പറഞ്ഞപ്പോൾ പ്രസൻറ്റിൽ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡു ആണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്തത്. ഡസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണെങ്കിൽ ഡസ്സും പ്ലൂറൽ ആണെങ്കിൽ ഡൂവും. അതുപോലുള്ള കൺഫ്യൂഷൻസ് നമുക്ക് പാസ്റ്റ് ടെൻസിലില്ല. കാരണം പാസ്റ്റ് ടെൻസിൽ ഡിഡ് മാത്രമേ ഉള്ളൂ. ഡൂവിൻ്റെതും ഡസ്സിൻ്റെതും പാസ്റ്റ് ടെൻസ് ഫോമാണ് ഡിഡ്. അതുപോലെ നമ്മൾ പെർഫെക്റ്റ് ടെൻസിനെ പറ്റി പറയുമ്പോൾ ഹാസോ ഹാവോ ആണ് നമ്മൾ സിംഗുലറിൽ യൂസ് ചെയ്യുന്നത്, പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ദിസ് പാസ്റ്റ് ടെൻസ് ഇറ്റ് ഈസ് ഓൺലി ഹാഡ്. അതാണ് ഫസ്റ്റിൽ പറഞ്ഞത്. പാസ്റ്റ് ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഫോംസ് പഠിച്ച് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയുമ്പോൾ ഡിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഡ് ഹി മേക്ക് പേപ്പർ ടോയ്സ് ഫോർ എ ലിവിങ്? That is the question word is did. Then he is the subject. As we already stated, did we are saying make. മനസ്സിലായല്ലോ? ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. ഹീ സബ്ജക്റ്റ് ആണ്. മേക്ക് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഡിഡ് പറഞ്ഞതുകൊണ്ട് ഇനി മെയ്ഡ് എന്ന് പറയണ്ട. സോ ഹൗ ടു ഫ്രെയിം ദ ക്വസ്റ്റ്യൻ, ഇതൊക്കെ അറിയുന്നവർക്ക് വളരെ എളുപ്പമാണ്. എന്നാലും നമ്മൾ മറന്നുപോയ ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ആ എവിടെയോ മറന്നു വെച്ച് പോയ ചില ഡീറ്റെയിൽസ് ഒന്നുകൂടി ഒന്ന് എന്താ പറയുക പൊടി തട്ടി എടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ വി ആർ സേയിങ് ഹൗ ടു ഫ്രെയിം ദ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡിഡ് ഹി മേക്ക് പേപ്പർ ടോയ്സ് ഫോർ എ ലിവിങ്? ആൻഡ് പ്ലേസിങ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ ദാറ്റ്. അണ്ടർസ്റ്റുഡ്? ദെൻ വാട്ട് വിൽ ബി ദ ക്വസ്റ്റ്യൻ? യെസ് he did. No, he didn't. Understood that? So yes or no question and short answer. Is it easy for you? You rehear that again. ഇത്രമാത്രം ഓർമ്മിക്കുക. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി അതിൽ വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫോം ഏതാണ്? പ്രസൻറ്റ് ടെൻസ്. സെക്കൻഡ് ഫോം പാസ്റ്റ് ടെൻസ്. ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സിംഗുലറോ പ്ലൂറലോ എന്നുള്ളതൊന്നും നമ്മൾ ഓർമ്മിക്കേണ്ട. എല്ലാത്തിനും ഒറ്റ ഫോം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എഫർമേറ്റീവ് സെൻറ്റൻസ് വി ഡിസ്കസ്ഡ്, ദാറ്റ് ഇസ് പോസിറ്റീവ്, ദെൻ നെഗറ്റീവ്, ദെൻ WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻഡ് ഷോർട്ട് ആൻസർ. അതിൽ ആകെ കൺഫ്യൂസിംഗ് ആയിട്ട് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിഡ് വെച്ചിട്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഡിഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുകൂടി ഓർമ്മിക്കുക. ഡിഡ് എന്ന് വെക്കുമ്പോൾ നമ്മൾ വീണ്ടും വേർബിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യേണ്ട. ഇഫ് വൺ സെൻറ്റൻസ് ടേക്സ് ഡിഡ് വിത്ത് ദാറ്റ്, ദെൻ ദർ ഇസ് നോ നീഡ് ടു ടേക്ക് ദ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്താൽ മതി. കാരണം ഡിഡ് എന്നുള്ളത് എന്തിനെ കാണിക്കുന്നു? പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു എക്സാമ്പിൾസിൽ കൂടെ ഒന്നുകൂടി പോവുക. ക്ലാസ്സുകൾ കൺഫ്യൂസിങ് ആണെങ്കിൽ ഒന്നുകൂടി കേൾക്കുക. അപ്പോൾ അത് റീഹിയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ആൻഡ് മോർ ക്ലിയർ ടു യു. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് സെഷൻ വി വിൽ ബി ഡീലിംഗ് വിത്ത് ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. Okay, that's all for today's class. Wishing all of you a nice day and prepare well for your examinations and score high marks for the exams. Okay, thank you.